ആയിട്ടാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു അറൗണ്ട് 12 ടൈമിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് ഉബുദ് പാലസും ഉബുദ് ആർട്ട് മാർക്കറ്റുമാണ്. സോ എന്തൊക്കെയാണ് അവിടെ വിവിധ വിശേഷങ്ങളെന്ന് ഞാൻ കാണിച്ചു തരാം. ഉബുദ് പാലസിൽ എൻട്രി ഫീ ഒന്നുമില്ല. നമുക്ക് റോഡ് സൈഡിൽ തന്നെ ഉബുദ് പാലസ് കാണാൻ പറ്റും. നമ്മൾ അതിന് എൻട്രിയിലൂടെ കയറി കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് 1-2 പിക്സ് എടുക്കാം എന്നുള്ള അത് മാത്രമേ അവിടെയുള്ളൂ. അതിൽ കൂടുതലൊന്നും കാണാനില്ല. ആർക്കിടെക്ചറാണ് മെയിൻ. അത് ഓൾമോസ്റ്റ് ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്സും ടെമ്പിൾസും ഒക്കെ ആ ഒരു സെയിം ആർക്കിടെക്ചർ തന്നെയാണ്. അതിൻ്റെ ലോൺ ഏരിയ പോലത്തെ ഒരു സ്ഥലത്ത് നമ്മൾ കാണുന്ന ബിൽഡിങ്സൊക്കെയാണ് നമ്മൾ ഈ പിക്സ് എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ സ്റ്റേ ഉണ്ട്. അപ്പം ഗസ്റ്റിന് മാത്രമാണ് അതിൻ്റെ ഇൻസൈഡിലേക്ക് അലോ ചെയ്യുള്ളൂ. അപ്പം നമുക്ക് പുറത്തൊക്കെ നിന്ന് പിക്സും വീഡിയോസും എടുക്കാവുന്നേ ഉള്ളൂ. നേരെ ഉബുദ് പാലസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഉബുദ് ആർട്ട് മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടെ ഓൾമോസ്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഇവിടുത്തെ മെയിൻ കീ എന്ന് പറയുന്നത് ബാർഗെയിനിങ് ആണ്. ഭയങ്കര ഹൈ പ്രൈസ് ആയിരിക്കും അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ മേടിക്കാൻ നടക്കുമ്പോൾ തന്നെ അവർ ആക്ച്വലി പറഞ്ഞ് ഏറ്റവും ലോവസ്റ്റ് പ്രൈസിലേക്ക് എത്തും. പറയുന്നതും ലാസ്റ്റ് നമ്മൾ മേടിക്കുന്നതും തമ്മിൽ ഹ്യൂജ് ഡിഫറൻസ് ആണ്. സോ ബാർഗെയിനിങ് ചെയ്യുക എന്നുള്ളതാണ് ഉബുദ് മാർക്കറ്റിൽ ഏറ്റവും നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഉബുദ് പാലസും ആർട്ട് മാർക്കറ്റും നമ്മൾ കണ്ടു. ഇനി നമ്മൾ സരസ്വതി ടെമ്പിൾ കാണാനാണ് പോകുന്നത്. ഇതാണ് സരസ്വതി ടെമ്പിൾ. സരസ്വതി ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പാടാണ്. ഉബുദ് വാട്ടർ പാലസ് എന്ന് പറയുന്നത് ഈ ബാക്കിൽ കാണുന്നതാണ്. സരസ്വതി ടെമ്പിളിലേക്ക് വിസിറ്റേഴ്സിന് അലൗഡ് അല്ല, ഇവിടെ ഉള്ളവർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വാട്ടർ പാലസിൽ കയറാൻ പറ്റും, പിക്സ് എടുക്കാൻ പറ്റും. ഇതിന് വരുന്ന എൻട്രി ഫീസ് എന്ന് പറയുന്നത് 1,20,000 ആയിരുന്നു. കൂടെ ഒരു വെൽക്കം ഡ്രിങ്കും തരും. ഈ കോസ്റ്റ്യൂമിൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റൂ. ഇവിടുത്തെ പ്രൊവൈഡ് ചെയ്യും. ഇതാണ് ഉബുദ് വാട്ടർ പാലസ് എന്ന് പറയുന്നത്. പക്ഷെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നമുക്കിങ്ങനെ കപ്പിൾ പിക്ചേഴ്സ് എടുക്കാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഒരു ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് പിക്സ് എടുക്കാൻ. ഒരു 3 സ്ഥലത്ത് ഇതുപോലെ ചെയർസ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിക്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ഹലോ, ബാലിയിലെ ഫേമസ് ആയിട്ടുള്ള ബാലി സ്വിംഗ് ഉള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. ആക്ച്വലി വേറൊരു സ്ഥലം കൂടി ഉണ്ട്. നമ്മൾ ചൂസ് ചെയ്തത് അലാസ് ഹറാം എന്ന് പറഞ്ഞ ഈ പ്രോപ്പർട്ടിയാണ്.
ഇവിടെ ആണെങ്കിൽ 2 സെക്ഷനായിട്ടാണ്. ഒന്ന് സ്വിങ്, റൈസ് ഫീൽഡ് ഇതെല്ലാം വരുന്നത് ഒരു സെക്ഷനും, പൂൾ ഏരിയ ആണ് ആക്സസ് ചെയ്യണമെങ്കിൽ വേറെ സെക്ഷനും. ഇതിന് രണ്ടും കൂടി എല്ലാത്തിനും എൻട്രി ഫീ ഉണ്ടാവും. സോ സ്വിങ്ങിന് പലതിനും പല റേഞ്ച് ഓഫ് എമൗണ്ട് ആണ്. ഞാൻ ചൂസ് ചെയ്തത് ഒരു ഇന്ത്യൻ മണി ഒരു 5000 ആയി, ഇൻക്ലൂഡിങ് ഫോട്ടോഗ്രാഫി, ഡ്രസ്സ്, സ്വിങ്ങിൻ്റെ ചാർജ് എല്ലാം കൂടി. സ്വിങ്ങിന് മാത്രമാണ് നമുക്ക് എമൗണ്ട് പേ ചെയ്യേണ്ടി വരുന്നത്. അല്ലാതെ കുറേ ഫോട്ടോ ബൂത്ത്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് തന്നെ പിക്സ് അതിൽ എടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ലൈക്ക് നെസ്റ്റ്, റിങ്, ഹാർട്ട് ഷേപ്പ്, അങ്ങനെ കുറേ ഫോട്ടോ ബൂത്ത് ഇവർ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വിങ്ങിൽ ആടുന്നത് നമുക്ക് ഭയങ്കര അങ്ങ് എക്സ്ട്രാ ഓർഡിനറി ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പിന്നെ ഇമേജസിന് വേണ്ടിയിട്ട് ചെയ്യാം, ആ ഒരു പർപ്പസ് മാത്രം. ഇതാണ് സ്വിങ്ങിന്